പ്രിയരെ നമസ്കാരം. ശിവപുരാണത്തിന്റെ 14-ാം ദൃശ്യശ്രവ്യ വിസ്മയത്തിൽ പുരാണത്തിന്റെ 6-ാം സംഹിതയായ കൈലാസ സംഹിതയും 7-ാം സംഹിതയായ വയാവിയ സംഹിതയുടെ ഏതാനും ഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നു. കൈലാസ സംഹിതയിൽ 6 ഭാഗങ്ങളാണുള്ളത്. അതിലെ ആദ്യ ഭാഗമായി യോഗയുടെ വർഗീകരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വിവിധ തരം യോഗകളെക്കുറിച്ച് വിവരിക്കുമ്പോൾ സുതമഹർഷി ജ്ഞാനയോഗ, ക്രിയായോഗ, ഭക്തിയോഗ എന്നീ 3 തരം യോഗകളുണ്ടെന്ന് ഋഷിമാരോട് പറയുന്നു. ഇവയിൽ ഓരോന്നും ഒരു മനുഷ്യന് മോക്ഷം നൽകാൻ കഴിവുള്ളവയാണ്. മനസ്സോ ബുദ്ധിയോ ആത്മാവുമായി ഒന്നിക്കുമ്പോൾ അതിനെ ജ്ഞാനയോഗ എന്ന് വിളിക്കുന്നു. ആത്മാവ് ബാഹ്യവസ്തുക്കളുമായി അടുക്കുമ്പോൾ അതിനെ ക്രിയായോഗ എന്ന് വിളിക്കുന്നു. ഒരാളുടെ മുഴുവൻ സത്തയും ഭക്തിയുമായോ സ്നേഹവുമായോ ഒന്നിക്കുന്നതിനെ ഭക്തിയോഗ എന്ന് വിളിക്കുന്നു. ഈ 3 യോഗകളും ചേർന്ന് ഒരു മനുഷ്യന് മോക്ഷം പ്രാപ്തമാക്കുവാൻ കഴിവുള്ളവയാണ്. ഒരു മനുഷ്യൻ സ്വന്തം പ്രവർത്തികളാലോ കർമ്മങ്ങളാലോ ഒരു യഥാർത്ഥ ഭക്തനാകുന്നു. ഭക്തി അല്ലെങ്കിൽ ആരാധന ഒരു മനുഷ്യനെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് നേടാൻ സഹായിക്കുന്നു. ജ്ഞാനം അഥവാ അറിവ് മോക്ഷം നൽകുന്നു. ഒരു മനുഷ്യന് മോക്ഷം നേടുവാനുള്ള പാതയാണ് യോഗ. എന്നാൽ അത് നേടുവാനുള്ള പ്രധാന മാർഗം ക്രിയായോഗയാണ്. കൈലാസ സംഹിതയുടെ 2-ാം ഭാഗത്തിൽ സന്യാസിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു സന്യാസി അതിരാവിലെ എഴുന്നേൽക്കണം. എഴുന്നേറ്റതിന് ശേഷം സ്വന്തം ഗുരുവിനെയോ ആത്മീയ ആചാര്യനെയോ സ്മരിക്കണം. തുടർന്ന് അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. അതിനുശേഷം ആ വ്യക്തി പ്രാണായാമം പരിശീലിക്കുകയും സ്വന്തം ശരീരത്തിലുള്ള 6 ചക്രങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുകയും വേണം. പ്രാണായാമം പൂർത്തിയാക്കി 6 ചക്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം ദിനചര്യകൾ പൂർത്തിയാക്കണം. ശരീരത്തിൽ ഭസ്മം പൂശിയ ശേഷം പുണ്യമന്ത്രങ്ങൾ ജപിക്കുകയും തർപ്പണം നടത്തുകയും വേണം. തുടർന്ന് ആചമൻ അനുഷ്ഠിച്ച ശേഷം 3 തവണ പ്രാണായാമം പരിശീലിക്കണം. അതിനുശേഷം ഋഷിമാരെയോ ആചാര്യന്മാരെയോ ഓർക്കണം. ആരാധന നടത്തുവാൻ പോകുമ്പോൾ വഴിയിലുടനീളം മൗനം പാലിക്കണം. പാദശുദ്ധി വരുത്തി ആചമൻ ചെയ്തതിനു ശേഷം മാത്രമേ അയാൾ ആരാധന നടത്താവൂ. പ്രിയരെ, കൈലാസ സംഹിതയുടെ 3-ാം ഭാഗത്തിൽ ശിവാരാധനയുടെ രീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു സന്യാസി നിലത്ത് ചാണകം മെഴുകി ചതുരാകൃതിയിലുള്ള മണ്ഡപം നിർമ്മിക്കണം. അതിനുശേഷം അയാൾ ഒരു വിശാലമായ ഈന്തപ്പനയുടെ ഇല അതിൻ്റെ മധ്യത്തിൽ വെക്കണം. തുടർന്ന് 4 ദിശകളും നിറമുള്ള നൂലുകൾ കൊണ്ട് ആ ഭാഗം വേലി കെട്ടണം. അതിനുശേഷം മണ്ഡപത്തിൻ്റെ മധ്യത്തിൽ 8 ഇതളുകളുള്ള ഒരു പുഷ്പം വരയ്ക്കണം. അതിൽ അയാൾ ഒരു ശിവയന്ത്രം വരയ്ക്കണം. ഒടുവിൽ അയാൾക്ക് സൂര്യദേവനെ ആരാധിച്ചുകൊണ്ട് ശിവാരാധന തുടങ്ങാം. പ്രിയരെ, 4-ാം ഭാഗത്തിൽ പ്രണവമന്ത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ജനനം മുതൽക്ക് തന്നെ വാമദേവ മഹർഷി വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹം ഒരിടത്തും അധിക നേരം തങ്ങിയിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം സുമേരു പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുമാര എന്ന പർവ്വത ശിഖരത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം കാർത്തികേയനെ കണ്ടുമുട്ടുന്നു. കാർത്തികേയൻ പ്രണവമന്ത്രം നേരിട്ട് സർവശക്തനായ ദൈവത്തെ സൂചിപ്പിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. ആ മന്ത്രത്തിൻ്റെ സഹായത്തോടെ ഒരാൾക്ക് ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുന്ന ശിവനെ പ്രാപിക്കാൻ കഴിയുമെന്നും കാർത്തികേയൻ വാമദേവനോട് വിശദീകരിച്ചു. പ്രണവമന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വാമദേവന് അറിയാമായിരുന്നിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ അദ്ദേഹം കാർത്തികേയനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രുതികളിലും സ്മൃതികളിലും നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗങ്ങളിലൂടെ ആർക്കും ശിവന്റെ സാമീപ്യം ലഭിക്കുമെന്ന് കാർത്തികേയൻ അദ്ദേഹത്തോട് പറഞ്ഞു. ശിവന്റെ ആരാധനാ രീതികളെക്കുറിച്ച് കാർത്തികേയൻ വാമദേവനോട് വിവരിക്കുന്നു. സദാശിവൻ ഒന്നാണെങ്കിലും മഹേശ്വരൻ, രുദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ നിരവധി പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. മഹേശൻ സദാശിവന്റെ 1001-ാം അംശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാ മായകളുടെയും ദേവതയായ ഭഗവതി സദാശിവന്റെ ഇടതുവശത്ത് വസിക്കുന്നു. അതിനാൽ അദ്ദേഹം പ്രപഞ്ചത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും നാഥനാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടി, പോഷണം, ഉന്മൂലനം എന്നിവയിൽ മുഴുകി സദാശിവൻ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. പ്രിയരെ, കൈലാസ സംഹിതയുടെ 5-ാം ഭാഗം സന്യാസ ദീക്ഷയാണ്. ആ ഒരു ബോധോദയം ഉണ്ടാകാതെ ഒരിക്കലും ഒരു സന്യാസി മോക്ഷം നേടുകയില്ല. ആ ജ്ഞാനം നൽകിക്കൊണ്ട് എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കാൻ വാമദേവൻ കാർത്തികേയനോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് കാർത്തികേയൻ ഒരു സന്യാസിക്ക് സ്വന്തം ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കേണ്ട രീതികളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ശ്രാവണം അതായത് കർക്കിടകം, അശ്വിന അതായത് കന്നി, കാർത്തിക അതായത് തുലാം, മാർഗശീർഷ അതായത് വൃശ്ചികം, മാഘ അതായത് മകരം എന്നീ മാസങ്ങളിൽ ഒരു ശിഷ്യൻ സ്വന്തം ഗുരുവിനെ ആരാധിക്കണം. പിന്നീട് ഒരു കലശം സ്ഥാപിച്ച് അതിനെ ആരാധിക്കണം. ശിവരൂപമായി കരുതി വീണ്ടും ഗുരുവിനെ ആരാധിക്കണം.
അപ്പോൾ ഗുരു ശിവമന്ത്രം ഉപദേശിച്ച് ദീക്ഷ നൽകണം. മന്ത്രം ലഭിച്ച ശേഷം ശിഷ്യൻ സ്വയം ശിവൻ ആണെന്ന് വ്യാഖ്യാനിക്കുന്ന ശിവോഹം ജപിക്കണം. ഇതിനുശേഷം ശിഷ്യന്റെ തല മുണ്ടനം ചെയ്യണം. മുടി മുറിക്കേണ്ട ക്ഷുരകന് ധരിക്കാൻ ശുദ്ധമായ വസ്ത്രങ്ങൾ നൽകണം. ക്ഷുരകൻ ചെളിയും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകണം. അയാൾ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളും സാമഗ്രികളും അസ്ത്രമന്ത്രങ്ങൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കണം. ആദ്യം തലയുടെ മുൻഭാഗം മൊട്ടയടിക്കുകയും പിന്നീട് പിൻഭാഗം മൊട്ടയടിക്കുകയും വേണം. തുടർന്ന് ശിഷ്യൻ താടിയും മീശയും വടിച്ചു കളയണം. അതിനുശേഷം ശരീരത്തിൽ ചളി തേച്ച് കുളത്തിൽ 12 തവണ മുങ്ങി കുളിക്കണം. കുളി കഴിഞ്ഞ് ഗുരുവിനെ ആരാധിക്കുകയും ശിവനെ ധ്യാനിക്കുകയും വേണം. കൈലാസ സംഹിതയുടെ 6-ാം ഭാഗത്തിൽ ഒരു സന്യാസിയുടെ അന്ത്യകർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കാർത്തികേയൻ മഹർഷി വാമദേവനോട് പറഞ്ഞു, ഒരു സന്യാസി മരിക്കുന്നില്ല, മറിച്ച് സമാധി പ്രാപിക്കുന്നു. അതിനാൽ ദഹിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തെ സംസ്കരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സന്യാസി സമാധികല പൂർണ്ണതയോടെ പരിശീലിക്കണം. സമാധികല പൂർണ്ണത കൈവരിക്കുന്നതുവരെ അദ്ദേഹം യോഗ പരിശീലിച്ചു കൊണ്ടിരിക്കണം. ശാശ്വതമായ ഓംകാര മന്ത്രത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കണം. അദ്ദേഹത്തിൻ്റെ ശരീരം ദുർബലവും അശക്തവുമായി തീർന്നിട്ടുണ്ടെങ്കിൽ, പ്രാണായാമം പോലുള്ള ശാരീരിക വ്യായാമം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ അദ്ദേഹം ശിവസ്മരണയിൽ മുഴുകണം. ഇങ്ങനെയാണ് ഒരു സന്യാസിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ മരണശേഷം ബാക്കിയുള്ള സന്യാസികൾ അദ്ദേഹത്തിൻ്റെ മരണസ്ഥലത്ത് 10 ദിവസം ആചാരങ്ങൾ അനുഷ്ഠിക്കണം. 11-ാം ദിവസം ഒരു ബലിപീഠം നിർമ്മിക്കണം. വടക്കോട്ട് അഭിമുഖമായി 5 ചതുരാകൃതിയിലുള്ള മണ്ഡപങ്ങൾ നിർമ്മിക്കണം. ഈ ഓരോ മണ്ഡപത്തിലും ആദ്യം ദേവേശ്വരി, അതിവാഹകൻ തുടങ്ങിയ ദേവതകളെ സ്ഥാപിക്കുകയും പിന്നീട് ആരാധിക്കുകയും വേണം. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രസാദം അർപ്പിച്ച് ആരാധന നടത്തണം. ഈ പ്രസാദം പിന്നീട് കന്യകയായ ഒരു പെൺകുട്ടിക്കോ പശുവിനോ നൽകണം. ആരാധനയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നദിയിലോ കുളത്തിലോ മുക്കണം. ഇങ്ങനെയാണ് മരിച്ച സന്യാസിയുടെ പർവണ ശ്രാദ്ധം, അതായത് പിതൃപക്ഷ ചടങ്ങ് പൂർത്തീകരിക്കുന്നത്. ഒരു സന്യാസിയുടെ മരണശേഷം ഏകോദിഷ്ട ശ്രാദ്ധം നടത്താതിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഏകോദിഷ്ട ശ്രാദ്ധം എന്നാൽ ഒരു സാധാരണ വ്യക്തിക്കോ ഗൃഹസ്ഥനോ മരണാനന്തരം നടത്തുന്ന ആചാരമാണ്. ഒരു സന്യാസിക്ക് ഇത് നിർബന്ധമില്ല എന്ന് സാരം. പാർവണ ശ്രാദ്ധം പൂർത്തിയാക്കിയ ശേഷം ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം സന്യാസി ഏകാദശ ശ്രാദ്ധം അനുഷ്ഠിക്കണം. 12-ാം ദിവസം സന്യാസിമാർ രാവിലെ എഴുന്നേറ്റ് സ്നാനം കഴിഞ്ഞ ശേഷം ബ്രാഹ്മണരെ ക്ഷണിക്കണം. ഗുരുവിനെ പോലും അപ്പോൾ ആരാധിക്കണം. ആരാധന കഴിഞ്ഞാൽ ഗുരു എല്ലാവർക്കും ശുഭമസ്തു എന്ന് ആശംസിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. തുടർന്ന് മന്ത്രങ്ങൾ ഉരുവിട്ട് ശുദ്ധീകരിച്ച അരി എറിയണം. ഒടുവിൽ ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണർക്ക് ദാനം നൽകണം. ശിവപുരാണത്തിൻ്റെ 7-ാം അധ്യായമായ വയാവീയ സംഹിതയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വയാവീയ സംഹിതയിൽ 20 ഭാഗങ്ങൾ അഥവാ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. വയാവീയ സംഹിതയുടെ 1-ാം ഭാഗത്തിൽ വിദ്യയുടെ, അതായത് അറിവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു. 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, മീമാംസ, ന്യായം, പുരാണങ്ങൾ, മറ്റ് മതഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ 14 തരം അറിവുകൾ അഥവാ വിദ്യകളുണ്ട്. ഈ 14 വിദ്യകളോടൊപ്പം ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, അർത്ഥശാസ്ത്രം എന്നിവ കൂടെ ചേരുമ്പോൾ 14 എന്നത് 18ആയി മാറുന്നു. ഈ 18 വിദ്യകളും ഉത്ഭവിച്ചത് ഭഗവാൻ ശിവനിൽ നിന്നുമാണ്. ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നുമാണ് 4 വേദങ്ങൾ ഉത്ഭവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദാംഗങ്ങൾ തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഈ വേദങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതിനാൽ ഭഗവാൻ വിഷ്ണു വ്യാസന്റെ അവതാരമെടുത്ത് പുരാണങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ അവ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടു. പുരാണങ്ങളിൽ 4 ലക്ഷം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ വേദങ്ങളുടെ സാരാംശം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. പ്രിയരെ, വയാവീയ സംഹിതയുടെ 2-ാം ഭാഗത്തിൽ നൈമിഷാരണ്യത്തിൻ്റെ കഥ പറയുന്നു. ഒരിക്കൽ ബ്രഹ്മാവ് സ്വന്തം മനോമയ ചക്രം, അതായത് മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചക്രായുധം അയച്ച് മുനിമാരോട് അതിനെ പിന്തുടരുവാൻ നിർദ്ദേശിച്ചു. മനോമയ ചക്രം തകർക്കുന്ന സ്ഥലം തപസ് ചെയ്യാൻ അത്യധികം ശുഭകരമാണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ബ്രഹ്മാവ് പ്രവചിച്ചതുപോലെ മനോമയ ചക്രം വളരെ കാലം സഞ്ചരിക്കുകയും ഒരു വലിയ ഭൂവിഭാഗത്തിൽ പതിക്കുകയും അതിൻ്റെ ചുറ്റളവ് വൃത്താകൃതിയിൽ തകരുകയും ചെയ്തു. ഈ ഭൂവിഭാഗം നൈമിഷാരണ്യം എന്ന പേരിൽ പ്രസിദ്ധമായി. ആ പുണ്യസ്ഥലത്ത് ഒരു യാഗം നടത്താൻ മുനിമാർ തീരുമാനിച്ചു. ബ്രഹ്മാവ് സൃഷ്ടികൾ നടത്തിയ സ്ഥലമാണിത്. 10,000 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന യാഗം എല്ലാ മുനിമാരും സംയുക്തരായി ആരംഭിച്ചു. യാഗം പൂർത്തിയായപ്പോൾ ദേവന്മാർ അവിടെയെത്തി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അവരെ അനുഗ്രഹിച്ചു. പ്രിയരെ, 3-ാം ഭാഗത്തിൽ കാലം അഥവാ ശിവന്റെ തേജസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു.
കാലത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ വായുദേവൻ നൈമിഷാരണ്യത്തിലെ മുനിമാരോടായി പറഞ്ഞു, കാലം അഥവാ സമയം ശിവന്റെ പ്രഭയാണ്. കാലം അഥവാ സമയം കാലാത്മം എന്നും അറിയപ്പെടുന്നു. സമയം തടസ്സപ്പെടാതെ സുഗമമായി ഒഴുകുന്നു. സമയം ശിവന്റെ നിയന്ത്രണത്തിലാണ്. ശിവഘടകം അതായത് ശിവതത്വം സമയത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അതിൻ്റെ ആക്കം ശിവനല്ലാതെ മറ്റൊരു ശക്തിക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. കാലത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ശിവന്റെ ദർശനം ലഭിക്കും. വയാവീയ സംഹിതയുടെ 4-ാം ഭാഗത്തിൽ സമയം, സമയത്തിൻ്റെ കണക്കുകൂട്ടൽ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നു. സമയം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാനം നിമേഷ് അഥവാ നിമിഷമാണ്. ഒരാളുടെ കൺപോള താഴ്ത്താൻ എടുക്കുന്ന സമയത്തെ ഒരു നിമിഷം എന്ന് വിളിക്കുന്നു. 15 നിമിഷങ്ങൾ ചേരുമ്പോൾ ഒരു കാലവും 30 കാലങ്ങൾ ചേരുമ്പോൾ ഒരു മുഹൂർത്തവുമാകുന്നു. ഒരു രാത്രിയും ഒരു പകലും 30 മുഹൂർത്തങ്ങൾ ചേർന്നതാണ്. ഒരു മാസത്തിൽ 30 ദിവസങ്ങളാണുള്ളത്. ഈ മാസത്തെ 2 പക്ഷങ്ങളായി, അതായത് 14 ദിവസങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ 2 ആഴ്ചകളിലെ ആദ്യത്തെ 2 ആഴ്ച കൃഷ്ണപക്ഷം, അതായത് ഇരുണ്ട ചന്ദ്രഘട്ടം എന്നും, രണ്ടാമത്തെ 2 ആഴ്ച ശുക്ലപക്ഷം, അതായത് പ്രകാശമാനമായ ചന്ദ്രഘട്ടം എന്നും അറിയപ്പെടുന്നു. പിതൃലോകത്തിലെ ഒരു ദിവസം എന്നത് 2 ആഴ്ചയടങ്ങുന്ന ഒരു പകലും അതേ എണ്ണം ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രാത്രിയും ചേർന്നതാണ്. കൃഷ്ണപക്ഷം പിതൃലോകത്തിന്റെ ഒരു രാത്രിയും ശുക്ലപക്ഷം ഒരു പകലുമാണ്. ഒരു അയനത്തിൽ 6 മാസങ്ങൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു വർഷത്തിൽ 2 അയനങ്ങൾ അടങ്ങുന്നു. ഭൂമിയിലെ ഒരു വർഷം ദേവന്മാരുടെ ഒരു പകലും ഒരു രാത്രിയും പോലെയാണ്. സൂര്യൻ ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ വരുന്ന 6 മാസം യഥാർത്ഥത്തിൽ ദേവന്മാർ രാത്രി അനുഭവിക്കുന്ന സമയമാണ്. നേരെ മറിച്ച് സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ വരുന്ന 6 മാസം ദേവന്മാരുടെ പകൽ സമയമാണ്. ദേവന്മാരുടെ ഒരു വർഷം ഈ ലോകത്തിലെ 360 വർഷങ്ങൾക്ക് തുല്യമാണ്. ദേവതകളുടെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യുഗങ്ങൾ കണക്കാക്കുന്നത്. പണ്ഡിതരുടെ അഭിപ്രായത്തിൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളുണ്ട്. ഒരു സത്യയുഗം ദേവന്മാരുടെ 4000 വർഷത്തിന് തുല്യമാണ്. ഒരു ത്രേതായുഗം ദേവന്മാരുടെ 3000 വർഷങ്ങൾക്ക് തുല്യമാണ്. അതുപോലെ ഒരു ദ്വാപരയുഗം ദേവന്മാരുടെ 2000 വർഷങ്ങൾക്ക് തുല്യമാണ്. ഒരു കലിയുഗം 1000 വർഷത്തിന് തുല്യമാണ്. ഈ വിധത്തിൽ 4 യുഗങ്ങളും ഒരുമിച്ച് ദേവന്മാരുടെ 12000 വർഷങ്ങൾക്ക് തുല്യമാണ്. ഇങ്ങനെ വരുന്ന 4 യുഗങ്ങളെ ഒരു ചതുർയുഗം എന്ന് പ്രതിപാദിക്കുന്നു. 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. 14 ചതുർയുഗങ്ങൾ അടങ്ങിയതാണ് ഒരു മന്വന്തരം. ഒരു കൽപ്പത്തെ ഒന്നിനു പുറകെ ഒന്നായി 14 മനുമാർ ആളുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഒരു ദിവ്യകൽപ്പത്തിന് തുല്യമാണ്. ബ്രഹ്മാവിൻ്റെ ഒരു വർഷം 1000 കൽപ്പങ്ങൾക്ക് തുല്യമാണ്. ഇത്തരത്തിലുള്ള 8000 വർഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു യുഗം. ഒരു സവനം എന്നത് ബ്രഹ്മാവിൻ്റെ 1000 യുഗങ്ങൾ ചേർന്നതാണ്. അത്തരം 3000 സവനങ്ങൾക്ക് ശേഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് പൂർത്തിയാകുന്നത്. ബ്രഹ്മാവിൻ്റെ മുഴുവൻ ആയുഷ്കാലത്തിൽ 5,40,000 ഇന്ദ്രന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഇന്ദ്രപദം അലങ്കരിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ ഒരു ദിവസം എന്നത് ബ്രഹ്മാവിൻ്റെ മുഴുവൻ ആയുസ്സിനും തുല്യമാണ്. വിഷ്ണുവിൻ്റെ മുഴുവൻ ആയുസ്സും രുദ്രൻ്റെ ഒരു ദിവസത്തിന് തുല്യമാണ്. രുദ്രൻ്റെ മുഴുവൻ ആയുസ് ശിവന്റെ ഒരു ദിവസത്തിന് തുല്യമാണ്. ഭഗവാൻ ശിവന്റെ മുഴുവൻ ആയുസിന്റെ കാലഘട്ടത്തിൽ 5,04,000 രുദ്രന്മാർ വന്നു പോകുന്നു. ശിവന്റെ ദിവസം സൃഷ്ടിയോടെ ആരംഭിക്കുന്നു. രാത്രി അവസാനിക്കുന്നതിന് മുൻപ് മുഴുവൻ സൃഷ്ടിയും ഇല്ലാതാകുന്നു. സദാശിവൻ ശാശ്വതനാണ്. പ്രിയരെ, വയാവീയ സംഹിതയുടെ 5-ാം ഭാഗത്തിൽ ധ്യാനത്തെക്കുറിച്ച് വിവരിക്കുന്നു. ധ്യാനത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് വായുദേവൻ ഋഷിമാരോട് പറഞ്ഞു, ധ്യാനാവസ്ഥയിൽ അസ്വസ്ഥനാകുന്ന മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഒരു മനുഷ്യന് ഒരുതരം രൂപം അഥവാ സ്വരൂപം അല്ലെങ്കിൽ ഭാവം ആവശ്യമാണ്. ഈ കാര്യത്തിൽ വിഗ്രഹാരാധന അത്യന്തം സഹായകരമാകുന്നു. ഒരു ദേവതയുടെ വിഗ്രഹത്തെ പൂർണ്ണ ഭക്തിയോടെ ആരാധിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോലും കാഴ്ച ലഭിക്കുന്ന ഒരു സമയം വരുന്നു. രൂപമില്ലാത്ത സർവശക്തനായ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ വിഗ്രഹാരാധനയും ഒരു ഭക്തനെ സഹായിക്കുന്നു. സകരത്തിൽ അതായത് രൂപത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് ദൈവത്തിൻ്റെ നിരാകാരം അതായത് രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നത് എളുപ്പമാണ്. എന്നാൽ രൂപമില്ലാത്ത സർവശക്തനിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് സകര ആരാധനയിലേക്ക് മാറുന്നത് വളരെ ബുദ്ധിമുട്ടാകുന്നു. ശിവന്റെ സത്തയെക്കുറിച്ചുള്ള അറിവ് ഈ 2 രീതികളിലൂടെയും നേടുവാൻ കഴിയുന്നതിനാൽ മോക്ഷം സുനിശ്ചിതമാണ്. പ്രിയരെ, ശിവപുരാണത്തിന്റെ 7-ാം സംഹിതയായ വയാവീയ സംഹിതയുടെ 6-ാം ഭാഗത്തിൽ ശിവാരാധനയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നു.
മോക്ഷം നൽകുന്ന ആചാരങ്ങളെക്കുറിച്ച് ഋഷിമാർ ചോദിച്ചപ്പോൾ ശിവഭഗവാനിൽ ഭക്തി പുലർത്തുന്നതിലൂടെ ഒരു മനുഷ്യന് ലോകത്തിലെ എല്ലാ സുഖങ്ങളും മോക്ഷവും നേടാൻ കഴിയുമെന്ന് സുതമഹർഷി അവരോട് പറയുന്നു. പാശുപത വ്രതത്തെക്കുറിച്ചും അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും അവരോട് വിവരിച്ചു. മുഴുവൻ പാശുപത വ്രതത്തെയും ക്രിയ, തായ്പേയ്, തപം, ധ്യാനം, ജ്ഞാനം എന്നിങ്ങനെ 5 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ശൈവധർമ്മമാണ് പരമോന്നതമായ മതം. അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ശ്രുതികളെയും സ്മൃതികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. പരമജ്ഞാനത്തിന്റെ ദാതാവായി വേദങ്ങളിൽ പാശുപത വ്രതത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഭഗവാൻ ശിവൻ സ്വയം സൃഷ്ടിച്ച 8 യോഗ അവയവങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഈ രീതിയിൽ ആരാധന നടത്തിയാൽ ഭഗവാൻ ശിവൻ എളുപ്പത്തിൽ പ്രസാദിക്കും. ഭക്തൻ പരമമായ അറിവ് നേടുകയും ഈ ലോകത്തിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്യുന്നു. വയാവിയ സംഹിതയുടെ 7-ാം ഭാഗത്തിൽ പാശുപത വ്രതവും അതിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും പ്രസ്താവിക്കുന്നു. പാശുപത വ്രതത്തെക്കുറിച്ച് അഥർവശീർഷ ഉപനിഷത്തിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. ചൈത്രം, അതായത് മീനമാസത്തിലെ പൂർണ്ണ ചന്ദ്രദിനത്തിലാണ് ഈ വ്രതം ആരംഭിക്കുന്നത്. ഏതൊരു പുണ്യ തീർത്ഥാടന സ്ഥലത്തോ വനത്തിലോ പൂന്തോട്ടത്തിലോ എവിടെയും പാശുപത വ്രതം അനുഷ്ഠിക്കാം. പൂർണ്ണ ചന്ദ്രദശിയുടെ 13-ാം ദിവസം ഭക്തൻ അതിരാവിലെ എഴുന്നേൽക്കുകയും ദൈനംദിന കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഗുരുവിനെ വന്ദിക്കുകയും ചെയ്യണം. ഗുരുവിന്റെ അനുമതിയോടെ ഭക്തൻ ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളും അതേ നിറത്തിലുള്ള പൂണൂലും ധരിക്കണം. കഴുത്തിൽ ഒരു വെളുത്ത മാല ധരിക്കുകയും ശരീരത്തിൽ ചന്ദനക്കുടം പുരട്ടുകയും വേണം. പിന്നീട് ദർഭപ്പുല്ല് കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടത്തിൽ ഇരുന്ന് ഒരു ദർഭപ്പുല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് വ്രതം എടുക്കണം. അതിനുശേഷം പുണ്യ അഗ്നിയിൽ വസ്തുക്കൾ അർപ്പിച്ച് ഹവനം നടത്തണം. ദിവസം മുഴുവൻ ഉപവസിക്കുകയും രാത്രിയിൽ പ്രസാദം കഴിച്ചുകൊണ്ട് ഉപവാസം മുറിക്കുകയും വേണം. ഈ ചടങ്ങ് അടുത്ത ദിവസവും ആവർത്തിക്കണം. എന്നാൽ രാത്രിയിൽ വ്രതം മുറിക്കരുത്. അവസാന ദിവസം, അതായത് പൂർണ്ണ ചന്ദ്ര ദിവസം, അയാൾ എല്ലാ ആചാരങ്ങളും ആവർത്തിക്കണം. ഹവനകുണ്ടത്തിലെ തീ അണച്ച ശേഷം സ്വന്തം ശരീരത്തിൽ അതിലെ ചാരം പൂശണം. തുടർന്ന് കുളിച്ച് ഒരു മരത്തിൻ്റെ പുറന്തൊലിയോ മാൻതോലോ ധരിക്കണം. ഒരു വടി പിടിച്ച് അരയിൽ ഒരു കച്ച അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കണം. അതിനുശേഷം അച്ചമൻ, അതായത് വായ കഴുകി ശരീരത്തിൽ ഭസ്മം പുരട്ടണം. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ദിവസത്തിൽ 3 തവണ അഷ്ടാംഗയോഗ വ്യായാമം ചെയ്യണം. അങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം ഉള്ളിലുള്ള മൃഗീയ ഗുണങ്ങളിൽ നിന്ന് മുക്തനാവുന്നു. ഒരു ഭക്തന് പാശുപത വ്രതം അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ 12 വർഷം, 3 വർഷം, 1 വർഷം, 6 മാസം, 1 മാസം, അതുമല്ലെങ്കിൽ 12 ദിവസം, 3 ദിവസം, അതുമല്ലെങ്കിൽ 1 ദിവസം പോലും അനുഷ്ഠിക്കാം. പാശുപത വ്രതം പൂർത്തിയാക്കുമ്പോൾ ഒരു ശിവവിഗ്രഹം സ്ഥാപിച്ച് ഷോഡശോപചാരം, അതായത് 16 പൂജാരീതികളോടെ അതിനെ ആരാധിക്കണം. അവസാനം ആവര പൂജ നടത്തി സ്വന്തം ഗുരുവിനെ ആരാധിക്കണം. വ്രതകാലം മുഴുവൻ ഭക്തൻ പഴങ്ങൾ മാത്രമേ ഭക്ഷിക്കാവൂ. വെറും നിലത്ത് ഉറങ്ങണം. ഈ രീതിയിൽ ചെയ്യുന്ന പാശുപത വ്രതം ഒരു ഭക്തന് ശിവന്റെ വാസസ്ഥലം നേടാൻ സഹായിക്കുന്നു. പ്രിയരെ, വയാവിയ സംഹിതയുടെ 8-ാം ഭാഗത്തിൽ പ്രപഞ്ചത്തിന്റെ ആമുഖത്തെക്കുറിച്ച് വിവരിക്കുന്നു. നൈമിഷാരണ്യത്തിൽ ഒത്തുകൂടിയ മുനിമാരോട് വായുദേവൻ പറയുന്നു, ഗൗരീദേവി ശിവന്റെ ശക്തിയുടെ പ്രകടനമാണെന്നും ശങ്കരൻ സർവശക്തനാണെന്നും നൈമിഷാരണ്യത്തിൽ ഒത്തുകൂടിയ മുനിമാരോട് വായുദേവൻ പറയുന്നു. ശിവനും ഗൗരീദേവിക്കും അഗാധമായ മഹത്വങ്ങളുണ്ട്. അവയിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ ഈ ലോകത്ത് ദൃശ്യമാകൂ. ഈ ലോകം ശിവന്റെയും ഗൗരീദേവിയുടെയും നിയന്ത്രണത്തിലാണ്. ഇരുവരും അഭേദ്യരാണ്. സൂര്യപ്രകാശം സൂര്യനില്ലാത്തപ്പോൾ നിലനിൽക്കാത്തതുപോലെ ഗൗരി ദേവതയ്ക്ക് ശിവനില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. നിർജീവമായ ശരീരം കൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ ശക്തി ദേവതയില്ലാതെ ലോകത്തിന് നിലനിൽക്കാൻ കഴിയുകയുമില്ല. ഈ മായാത്മക ലോകം ശിവന്റെയും ശക്തിയുടെയും മായാത്മക പാശത്താൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിയും സർവശക്തനായ ശിവന്റെ രൂപമാണ്. അജ്ഞരായ ഋഷിമാർ സ്വന്തം ധാരണകൾക്കനുസരിച്ച് വ്യത്യസ്ത രീതികളിൽ ഇതിനെ വിവരിക്കുന്നു. എന്നാൽ ശിവൻ ഒന്നാണ്. ഈ ലോകം അവന്റെ മായകളുടെ സൃഷ്ടിയാണ് എന്നതാണ് വസ്തുത. ശിവന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ഈ മായാത്മക ലോകത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. കാമം, ആസക്തി, സുഖം എന്നിവയ്ക്ക് അതീതനാണ് ശിവൻ. പ്രകൃതി, മായ, ബുദ്ധി, അഹങ്കാരം എന്നിവയിൽ നിന്ന് വേറിട്ടതാണ് അദ്ദേഹത്തിൻ്റെ അസ്തിത്വം. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. പ്രിയരെ, വയാവിയ സംഹിതയുടെ 9-ാം ഭാഗത്തിൽ ബ്രാഹ്മണന്റെ കടമകൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്നു. ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇനി പ്രതിപാദിക്കുന്ന കടമകൾ നിർബന്ധമായി നിർവഹിക്കണം. ഒരു ത്രികാല സന്ധ്യ, അതായത് ഒരു ദിവസം 3 തവണ പൂജിക്കുക.
2 ഹവനം അതായത് പവിത്രമായ അഗ്നിയിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ. 3 ശിവലിംഗ ആരാധന. 4 ദാനം നൽകുക. ഒരു ബ്രാഹ്മണന് ഇനി പറയുന്ന ഗുണങ്ങളും ഉണ്ടായിരിക്കണം. 1 ഓരോ ആത്മാവിലും ദൈവത്തെ കാണുക. 2 അനുകമ്പ. 3 സദ്ഗുണപൂർണമായ പെരുമാറ്റങ്ങൾ. 4 എല്ലാറ്റിലും സംതൃപ്തി. 5 ദൈവത്തിലുള്ള വിശ്വാസം. 6 അക്രമരഹിതം. 7 ഭക്തി. 8 വേദങ്ങളുടെ പതിവ് പഠനം. 9 യോഗ പരിശീലിക്കുക. 10 വേദങ്ങളുടെ ഉപദേശങ്ങൾ പ്രസംഗിക്കുക. 11 മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തുക. 12 ബ്രഹ്മചാരി ആയിരിക്കുക. 13 തപസ്. 14 ഒരു കുടുമയും മതപരമായ പൂണൂൽ തുടങ്ങിയവയും. ഒരു ബ്രാഹ്മണൻ രാത്രിയിൽ ഭക്ഷണം കഴിക്കരുത്. പകരം ഓം നമഃശിവായ എന്ന മന്ത്രം തൃപ്തിയോടെ ജപിക്കണം. വിശ്വാസം, ഭക്തി എന്നിവയാൽ മാത്രമല്ല ആചാരങ്ങൾ കൊണ്ടും ശിവൻ പ്രസാദിക്കുന്നില്ല. വർണ്ണാശ്രമ ധർമ്മ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശിവനെ ആരാധിക്കുന്ന ഒരാൾക്ക് ശിവന്റെ അനുഗ്രഹം ലഭിക്കുകയും അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രിയരെ, 10ാം ഭാഗത്തിൽ നിന്ന് മന്ത്രജപത്തിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നു. ശിവമന്ത്രം ജപിച്ചുകൊണ്ട് ഒരു ഭക്തൻ ശിവനെ ആരാധിക്കുമ്പോൾ 1 കോടി തവണ, അല്ലെങ്കിൽ 50 ലക്ഷം തവണ, അല്ലെങ്കിൽ 20 ലക്ഷം തവണ, അല്ലെങ്കിൽ 10 ലക്ഷം തവണ ജപിക്കണം. മൊത്തം ജപത്തിൻ്റെ 10-1 ഭാഗത്തിന് ഹവനം നടത്തണം. ഹവനത്തിൻ്റെ 10-1 ഭാഗത്തിന് തർപ്പണം നടത്തണം. അതുപോലെ തർപ്പണത്തിൻ്റെ 10-1 ഭാഗത്തിന് മർപ്പണം നടത്തണം. ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന ബ്രാഹ്മണരുടെ എണ്ണം മർപ്പണത്തിൻ്റെ 10-1 സംഖ്യയ്ക്ക് തുല്യമായിരിക്കണം. ഒടുവിൽ ശിഷ്യൻ ബ്രാഹ്മണർക്ക് ദാനം നൽകുകയും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം സമൂഹത്തിൻ്റെ ക്ഷേമത്തിൽ ഏർപ്പെടുകയും വേണം. പ്രിയരെ, 11ാം ഭാഗത്തിൽ ശരീരത്തിനുള്ളിൽ അക്ഷരരൂപത്തിലുള്ള ദേവതകളെ സ്ഥാപിക്കൽ, അതായത് മാതൃകാന്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മാതൃകാന്യാസം എന്നത് ഒരു നൂതന താന്ത്രിക ചടങ്ങാണ്. അതിൽ 51 സംസ്കൃത അക്ഷരങ്ങൾ, അതായത് ശബ്ദരൂപത്തിൽ ദേവിയെ പ്രതിനിധീകരിക്കുന്ന മാതൃകകൾ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ ക്രമാനുഗതമായി സ്ഥാപിക്കുകയോ ദൃശ്യവൽക്കരിക്കുകയോ ചെയ്യുന്നു. സന്യാസം അതായത് ന്യാസം, അവസ്ഥ അതായത് ഭാവം, ഉൽപ്പത്തി അതായത് ഉത്ഭവം, ലയം അതായത് ലയനം എന്നിങ്ങനെ 3 തരത്തിലാണ്. തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ ഗൂഢമന്ത്രങ്ങൾ അതായത് അക്ഷരമാലകൾ സ്ഥാപിച്ച് ജപിക്കുന്നതിനെ സ്ഥിതിന്യാസം എന്ന് വിളിക്കുന്നു. വലത് കൈയുടെ തള്ളവിരൽ മുതൽ ഇടത് കൈയുടെ തള്ളവിരൽ വരെ ഗൂഢമന്ത്രങ്ങൾ പ്രതിഷ്ഠിച്ച് ജപിക്കുന്നതിനെ ഉൽപ്പത്തിന്യാസം എന്ന് വിളിക്കുന്നു. ഇടത് തള്ളവിരലിൽ നിന്ന് വലത് തള്ളവിരലിലേക്ക് ഗൂഢമന്ത്രങ്ങൾ സ്ഥാപിച്ച് ജപിക്കുന്നതിനെ ലയന്യാസം എന്ന് വിളിക്കുന്നു. സ്ഥിതിന്യാസങ്ങൾ ഗൃഹസ്ഥർ അനുഷ്ഠിക്കണം. ഉൽപ്പത്തിന്യാസങ്ങൾ ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കണം. ലയന്യാസങ്ങൾ ലോകം ഉപേക്ഷിച്ചവർ, അതായത് വാനപ്രസ്ഥത്തിന് പോയവർ അനുഷ്ഠിക്കണം. പ്രിയരെ, ശിവപുരാണത്തിൻ്റെ 14ാം ദൃശ്യശ്രവ്യ വിസ്മയം ഇവിടെ നിർത്തട്ടെ. 15ാമത്തെയും അവസാനത്തെയും ഭാഗവുമായി വീണ്ടും വരാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.